വെൽക്കം ടു കറിക്കോട്. അപ്പം നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ വീണ്ടും സ്കൂളിലേക്ക് പോയതിൻ്റെ ആ ഒരു സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും. അപ്പം അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അമ്മമാർക്ക് ടെൻഷൻ ഉള്ളതാണ് 4 മണി സമയം. അമ്മയെ വിശക്കണമെന്നും പറഞ്ഞ് എല്ലാവരും ഓടി വരുമല്ലേ അടുക്കളയിലേക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ഐറ്റമൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ വരുന്ന ഒരു ഐറ്റം ആയിട്ടാട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ബ്രൊക്കോളി, അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു വൈറ്റ് സോസ് പാസ്ത. നമുക്കപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബ്രൊക്കോളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി റെഡിയാക്കി വെക്കണം. ചിലർക്ക് ബ്രൊക്കോളി ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. അപ്പം അത് ഡിപ്പെൻഡ് ചെയ്ത് വേണം നിങ്ങൾ ബ്രൊക്കോളിയുടെ അളവെടുക്കാനായിട്ട്. ആ ബ്രൊക്കോളി എല്ലാം ചെറുതായിട്ട് നമുക്കിനി ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെക്കണം. ഒരു അരമണിക്കൂർ ഉപ്പുവെള്ളത്തിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ബ്രൊക്കോളിയിലുള്ള എന്തെങ്കിലും ഇൻസെക്ട്സോ എന്തെങ്കിലും ചെറിയ ചെറിയ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളതിങ്ങനെ ഉപ്പുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വയ്ക്കുന്നത്. അപ്പം എപ്പം ബ്രൊക്കോളി പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പും ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ചിക്കനാണ്. ചിക്കൻ എല്ലില്ലാത്ത പീസ് സെലക്ട് ചെയ്യുക. അത് ചെറിയ ക്യൂബ് കഷ്ണങ്ങളാക്കി എടുക്കുക കേട്ടോ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഫ്രൈ ചെയ്തിടണം. അതിന് വേണ്ടിയിട്ടുള്ള ഇനി നമ്മൾ ഒരു പാനിലേക്ക് നമ്മൾ പാസ്ത ഉണ്ടാക്കുന്ന ആ പാത്രം തന്നെ എടുത്താലും മതി. ആ പാത്രത്തിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ ആ പീസുകൾ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാത്രമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ കുരുമുളക് പൊടിയൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് അധികം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം എരിവായതുകൊണ്ട് കഴിക്കാൻ സാധ്യതയില്ല. അതൊക്കെ കുഞ്ഞുങ്ങളുടെ അളവൊക്കെ നോക്കി ഇടുക കേട്ടോ. അങ്ങനെ ചെയ്ത് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു വേവിച്ചെടുക്കുമ്പം വെള്ളം നന്നായിട്ട് വറ്റി നല്ലൊരു ഫ്രൈ പരുവത്തിൽ ആക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോഴത്തെ ഇവിടെ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളതിനെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് അയക്കുകയും ചെയ്യണേ. അടുത്തതായിട്ട് നമുക്ക് പാസ്ത, ബ്രൊക്കോളി രണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് പാസ്തയാണ് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 7 കപ്പോളം വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. പാസ്തയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇനി അതിലേക്ക് നമ്മൾ നമ്മുടെ പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സിലിണ്ടറിൻ്റെ രൂപത്തിലുള്ള പാസ്തയാട്ടോ എടുത്തിരിക്കുന്നത്. സാധാരണ ഈ വൈറ്റ് സോസ് പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതാണ് കുറച്ചുകൂടെ കണ്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാനിതെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ നമ്മൾ ഉപ്പിലൊക്കെ ഇട്ട് വെച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രൊക്കോളിയും കൂടെ ആഡ് ചെയ്യുന്നു. ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചാട്ടോ വേവിച്ചെടുക്കുന്നത്. ഈ 1 കപ്പ് പാസ്ത വെന്ത് വരാനായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് ടൈമുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ മാറുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം അല്ലേ. ആദ്യം ഒരു മഞ്ഞ ഒരു ഷെയ്ഡായിരുന്നു, യെല്ലോ ഷെയ്ഡ്. അതിൽ നിന്ന് മാറി ഇതിപ്പോൾ ഒരു വേറൊരു ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേവും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിരിക്കും. ചിലർക്ക് ഇതിങ്ങനെ ഇച്ചിരി കൂടെ നന്നായിട്ട് വെന്തിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് അത്രയും വെന്ത് പോകുന്നത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് എടുക്കണം കേട്ടോ. നേരത്തെ ഞാൻ ആ ചിക്കൻ ഫ്രൈ ചെയ്ത പാനിൽ തന്നെയാണ് നമ്മുടെ പാസ്ത തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒലിവ് ഓയിൽ ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒലിവ് ഓയിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ചധികം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറും നമ്മുടെ ഒലിവ് ഓയിലൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ഒനിയൻ ഇപ്പോൾ ഒരു ചെറിയൊരു സബോളയാണെങ്കിൽ അതിൻ്റെ 4/1 ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒത്തിരി കൂടുതൽ എടുക്കരുത്. അതുപോലെ തന്നെ ഒരു 6 അല്ലെങ്കിൽ 7 വെളുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തതായിരിക്കണം.
അതും കൂടെ ഇട്ട് കൊടുക്കുക. അത് രണ്ടും കൂടെ ഒന്ന് പച്ചമണമൊക്കെ മാറി വരുന്നോടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇവിടെയുള്ള ചില്ലി ഫ്ലെക്സിന് അധികം എരിവില്ല, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർന്ന് നല്ലതുപോലെ എല്ലാം ഒന്ന് അതിൻ്റെ ആ സ്മെല്ലുകളൊക്കെ ഒന്ന് മാറി സെറ്റായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഒരു 3/4 കപ്പ് ഞാനിവിടെ ഫ്രഷ് ക്രീമാട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ മൈദ വെച്ച് ഉണ്ടാക്കാറുണ്ട്. മൈദപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് പാലിട്ട് നമ്മൾ വൈറ്റ് സോസിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പക്ഷെ ഞാനിവിടെ ഇപ്പം ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ച് ഫ്രഷ് ക്രീം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം അത് ഒഴിച്ച് അതൊന്ന് ഇളക്കി എല്ലാമായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റ് അതിനൊന്ന് ബോയിലായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഒരല്പം കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പാസ്ത, ബ്രൊക്കോളി, അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇത്രയും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ വൈറ്റ് സോസും നമ്മുടെ ഈ പാസ്തയും ബ്രൊക്കോളിയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം. നല്ലപോലെ ആക്കി എടുക്കണം. ഇത്രയായി കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ അതിലേക്ക് ഒറിഗാനോയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ബേക്കേഴ്സിൻ്റെ ഒറിഗാനോ ആണ് എടുത്തിരിക്കുന്നത്. അതൊരു 1/2 ടീസ്പൂണൊക്കെ നമ്മൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒറിഗാനോയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിന് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അങ്ങനെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് ഒറിഗാനോയും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇനി തീർന്നിട്ടില്ല, ഇതിലേക്ക് ഇനി ഒരു മെയിൻ ഐറ്റം വരുന്നുണ്ട്. മെയിനായിട്ടുള്ള നമ്മുടെ ചീസ്. നമ്മളിവിടെ ചീസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസ് ഷീറ്റായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 2 എണ്ണം ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാട്ടോ. നമ്മൾ മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കണം. വേവിത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചീസൊക്കെ നല്ല മെൽറ്റായി എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന ഒരു ഐറ്റം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം.